ഭരിക്കുന്ന മറ്റൊരു സഹകരണ ബാങ്കിനെതിരെയും ക്രമക്കേട് ആരോപണം. നെടുങ്കണ്ടം രാമക്കൽമേട് ഹരിജൻ വിവിധോദ്ദേശ സഹകരണ സംഘത്തിന് എതിരെയാണ് പരാതി ഉയർന്നിരിക്കുന്നത്. ഒരു വർഷത്തോളമായി കമ്മിറ്റി ചേരുന്നില്ലെന്നും നിയമനത്തിന്റെ പേരിൽ പണം വാങ്ങിയെന്നും ആരോപണം. ഈ ഇടതുപക്ഷ സർക്കാർ വന്നതിന് ശേഷം CPM-ന്റെ നേതാക്കന്മാരെ ഉപയോഗിച്ച് വ്യാജ മെമ്പർഷിപ്പ് ചേർത്ത് മരിച്ചുപോയ ആളുകളുടെ മെമ്പർഷിപ്പ് അവരുടെ ഷെയർ ക്യാൻസൽ ചെയ്തിട്ട് ആ നമ്പറിൽ പോലും പുതിയ ആളുകളെ എഴുതി ചേർത്താണ് ഈ ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഈ സൊസൈറ്റി അവർ പിടിച്ചെടുത്തത്. നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന CPM-ന്റെ ഒരു ലോക്കൽ കമ്മിറ്റിയുടെ സെക്രട്ടറി ആണ് ഇപ്പോൾ അതിൻ്റെ പ്രസിഡന്റായിട്ടിരിക്കുന്നത്. മുമ്പ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി വെച്ചു. CPM-ന്റെ കരുണാകരൻ മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ചെയർമാനായി 2 അംഗങ്ങളെ കൂടി ഉൾപ്പെടുത്തി ഒരു അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റി രൂപീകരിച്ചു. ഈ അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റിയുടെ കാലത്താണ് ഈ മെമ്പർഷിപ്പ് വ്യാപകമായി ചേർക്കപ്പെടുകയും ഒക്കെ ചെയ്തത്. അതിനുശേഷമാണ് നെടുങ്കണ്ടം കേന്ദ്രമാക്കി പ്രവർത്തിക്കുന്ന CPM-ന്റെ ഒരു ലോക്കൽ സെക്രട്ടറിയുടെ പ്രസിഡന്റാക്കിക്കൊണ്ട് ഈ സംഘത്തിന്റെ ഭരണസമിതി നിലവിൽ വന്നത്. കഴിഞ്ഞ 1 വർഷക്കാലമായി ഈ സംഘത്തിൽ കമ്മിറ്റി കൂടിയിട്ടില്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞത്. അതുമാത്രമല്ല, അവിടെ ഒരു സ്റ്റാഫിനെ നിയമിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് പാമ്പാടുംപാറ സ്വദേശിയായ ഒരാളുടെ 2 ലക്ഷം രൂപ ഈ പ്രസിഡന്റായിട്ടിരിക്കുന്ന ഇപ്പോൾ CPM-ന്റെ ലോക്കൽ സെക്രട്ടറി കൈപ്പറ്റി എന്നുമാണ് അറിയാൻ കഴിഞ്ഞത്. SC/ST വിഭാഗത്തിൽപ്പെട്ടവരുടെ ഉന്നമനം ലക്ഷ്യം വെച്ചാണ് നെടുങ്കണ്ടം രാമക്കൽമേട് കേന്ദ്രമാക്കി മൾട്ടിപർപ്പസ് സംഘം ആരംഭിച്ചത്. ചെറുകിട സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്നതും ലക്ഷ്യം വെച്ചിരുന്നു. എന്നാൽ നിലവിൽ 1 വർഷത്തോളമായി കമ്മിറ്റികൾ ചേരുന്നില്ല. നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടും പ്രസിഡന്റ് കമ്മിറ്റി വിളിക്കാൻ തയ്യാറാവുന്നില്ലെന്നാണ് ആരോപണം. CPM-ന്റെ നെടുങ്കണ്ടം മേഖലയിലെ ഒരു ലോക്കൽ സെക്രട്ടറിയാണ് നിലവിൽ സഹകരണ സംഘത്തിന്റെ പ്രസിഡന്റ്. കമ്മിറ്റി അംഗങ്ങൾ പോലും അറിയാതെ നിക്ഷേപം സ്വീകരിക്കുകയും തിരിമറി നടത്തിയെന്നുമാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. സൊസൈറ്റിക്ക് രാമക്കൽമേട്ടിൽ സ്വന്തമായി ഭൂമിയും കെട്ടിടവുമുണ്ട്. മുമ്പ് തയ്യൽ യൂണിറ്റ് അടക്കമുള്ള സ്ഥാപനങ്ങൾ നടത്തി അംഗങ്ങൾക്ക് വരുമാനം ഉറപ്പുവരുത്തിയിരുന്നു. സഹകരണ സംഘത്തിൽ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയതായും ആരോപണമുണ്ട്. നടത്തിപ്പ് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് കമ്മിറ്റി അംഗങ്ങളിൽ ചിലർ സഹകരണ വകുപ്പിന് പരാതി നൽകിയിട്ടുണ്ട്. എന്നാൽ അംഗങ്ങളിൽ നിന്ന് ഉൾപ്പെടെ പരാതി ഉയർന്നിട്ടും അന്വേഷണം നടന്നില്ലെന്നാണ് ആരോപണം. ഇപ്പോൾ വാർഡ് മെമ്പർ ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നു. ഞങ്ങൾ ജോയിന്റ് രജിസ്ട്രാർക്ക് നമ്മളൊരു പരാതി കൊടുത്തിട്ടുണ്ട്. അത് ഇത്രയും പെട്ടെന്ന്, അതായത് ഞങ്ങൾ കമ്മിറ്റി വിളിച്ചിട്ട് ഇതിന്റെ നടപടിക്രമം നടപടിക്രമം എന്ന് പറയുന്ന കമ്മിറ്റി അനുസരിച്ച് കമ്മിറ്റി വിളിച്ചിട്ട് പിന്നെ പ്രസിഡന്റ് ഇന്ന് വരെയും കമ്മിറ്റി വിളിക്കുന്നില്ല. പ്രസിഡന്റിനോട് കമ്മിറ്റി വിളിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടാണ് സഹകരണ മേഖലയിലേക്ക് രജിസ്ട്രാർക്ക് നമ്മൾ പരാതി നൽകിയിട്ടുള്ളത്. ഇതിപ്പോൾ അവിടെ തന്നെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ 45 സെന്റോളം വസ്തുവുണ്ട് അവിടെ. അപ്പോൾ രാമക്കൽമേടിന്റെ ഹൃദയഭാഗത്താണ് ഈ സംഭവം. അവിടെ റിസോർട്ട് പണിയാം, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാവുന്ന ഒരു സംവിധാനം മാറി നിൽക്കുമ്പോൾ പട്ടികജാതിക്കാർക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു സഹകരണ മേഖലയിലേക്ക് അവരെ ചൂണ്ടിക്കാണിക്കുന്നതിന് വേണ്ടിയാണ് ഞങ്ങൾ ഈ പ്രസ്ഥാനം നല്ല രീതിയിൽ തുടങ്ങണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതല്ലാതെ ഞങ്ങൾ ആരോടും പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നതിന് വേണ്ടിയല്ല. അവിടെ ഒരു നിയമനവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കാശ് മേടിച്ചു എന്ന് പറയപ്പെടുന്നുണ്ട്. ഒരു പാമ്പാടുംപാറയുള്ള ഒരു ആളെയാണ് നിയമിച്ചത് എന്ന് പറയുന്നത്. അല്ല, അത് ഇങ്ങനെ പറയുന്നത് കേൾക്കുന്നുണ്ട്. അത് പ്രസിഡന്റാണ്. അതിനകത്ത് ഞങ്ങളാരും, അതായത് ബോർഡ് മെമ്പർമാരാരും അതിനകത്ത് നിരപരാധികൾ, അവരെല്ലാം നിരപരാധികളാണ്. അപ്പോൾ ഞാനും കേട്ടു ഇങ്ങനെ ഫൈനാൻസ് മേടിച്ചിട്ടുണ്ട്, അത് അവർ തിരിച്ചു കൊടുക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അതുപോലെ തന്നെ അവർ മേൽ കമ്മിറ്റിക്കും അതുപോലെ തന്നെ പാർട്ടിയുടെ ഉപരിതല കമ്മിറ്റികൾക്കൊക്കെ പരാതി നൽകിയിട്ടുണ്ട്.